നമസ്കാരം ശ്രീ വെങ്കടേശ്വര ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള കൊല്ലവർഷം 1200 ചിങ്ങമാസം സമ്പൂർണ്ണ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ പൊതുവെ നമുക്ക് കുറച്ച് നല്ലൊരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം, ചിങ്ങം 1 മുതൽ 31 വരെയുള്ള ഒരു മാസത്തെയും അതേപോലെ തന്നെ ഒരു വർഷത്തിൻ്റെയും ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ജാതകങ്ങൾ കൂടി പരിശോധിച്ച് ഗുണദോഷങ്ങൾ വിലയിരുത്തേണ്ടതാണ് എന്നുകൂടി മുൻകൂട്ടി പറയുന്നുണ്ട്. കാരണം ഇതൊരു പുതുഫലങ്ങളായിരിക്കും എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് തന്നെ മേടക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് ഈ ഒരു കാലഘട്ടം എന്നുള്ളതാണ് പറയുക. അതിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്ര ജാതകരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ ചാനലിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മേടക്കൂറുകാർക്ക് വ്യാഴൻ 2ാം ഭാവത്തിലും ശനി 11ാം ഭാവത്തിലും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭാഗ്യ നിർഭാഗ്യ സമ്പന്നമായ ഒരു ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗം വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പറയുക. നമുക്കിതിൽ കൂടെ പറയാനുള്ളത് ഇടയ്ക്ക് ഉണ്ടാകുന്നതായ ശാരീരിക അനാരോഗ്യങ്ങളും മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണമാകും എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു. തൊഴിൽ രംഗത്തെ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ചില നഷ്ടങ്ങളും തടസ്സങ്ങളും സംഭവിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. പഴയ ബാധ്യതകൾ കുറയുമെങ്കിലും പുതിയത് ചില ബാധ്യതകൾ നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് പറയുക. വിദേശത്തെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചെറിയ ഒരു തടസ്സങ്ങൾ കാണുന്നുണ്ട്. വർഷത്തിൻ്റെ മധ്യം അനുകൂലമായ സാഹചര്യങ്ങൾ കൈവരുവാനുള്ള സാധ്യതകളും കാണുന്നു. സംസാരത്തിൽ മിതത്വം പാലിക്കണം, അല്ലെങ്കിൽ കലഹങ്ങളിലേക്കും വാക്കുതർക്കങ്ങളിലേക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നുകൂടി പറയുന്നു. പൊതുവെ നമുക്കിവിടെ പറയുകയാണെങ്കിൽ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്യും. ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രദ്ധിക്കണം. വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമനങ്ങൾ വർഷമധ്യത്തിൽ നടക്കുന്നതായിരിക്കും. മംഗല്യം നടക്കാത്തവർക്ക് വിവാഹ അന്വേഷണങ്ങൾ ഗുണാനുഭവങ്ങളിലേക്ക് വരും എന്നും മംഗല്യം നടക്കുവാനുള്ള സാധ്യതകളും കൂടി കാണുന്നുണ്ട്. പുതിയ ഗൃഹമോ അല്ലെങ്കിൽ വാഹനമോ വാങ്ങുവാനുള്ള യോഗം കൂടി ജാതകത്തിൽ കാണുന്നു. പരീക്ഷാദികളിൽ അപ്രതീക്ഷിത വിജയങ്ങൾ നേടുന്നതായിരിക്കും. ഉപരിപഠനത്തിനും നിങ്ങൾക്ക് അനുയോജ്യമായ യോഗം കാണുന്നു. സർക്കാർ വക സഹായങ്ങളും കർമ്മത്തെങ്കിൽ ഗുണവും സന്താനമില്ലാത്ത സന്താന ഗുണങ്ങളും കാണുന്നു എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. പ്രണയം ഇവയൊക്കെ അനുഭവത്തെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗുണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യം കൂടി. പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ബിസിനസ് രംഗത്തിലും തൊഴിൽ രംഗത്തിലും ഉള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു നമുക്ക് മലയാള വർഷഫലങ്ങളെ കൊണ്ട് പറയുന്നത്. ധനലാഭയോഗങ്ങൾ കാണുന്നു. കടലിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഒരു സമയം കൂടിയാണ്. വ്യാഴൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്നത് ധനകുടുംബ സ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ടും ധനപരമായും കുടുംബപരമായുമുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു യോഗം. പൊതുവെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ജാതക പ്രകാരം തന്നെ നല്ല അനുകൂലമായ ഒരു കാലഘട്ടങ്ങൾ വന്നു ചേർന്നു. ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് 11ാം ഭാവം എന്ന് പറയുന്നത് സർവാഭിഷ്ട സ്ഥാനം കൂടിയാണ്. അപ്പോൾ സർവാഭിഷ്ട സ്ഥാനങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാ ഇഷ്ടങ്ങളെയും സാധിപ്പിച്ചു തരുന്ന ഒരു ദശാകാലഘട്ടമാണ് എന്ന് പറയുന്നു. പൊതുവെ നമുക്ക് ഒരു കാലഘട്ടം ഈ ഒരു യോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും. എങ്കിലും ഇവിടെ നമ്മുടെ നക്ഷത്ര ദേവതയെയും അതേപോലെ തന്നെ കുലദൈവത്തിനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും പരദേവതയും നിത്യം തൊഴുകുന്നതും ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കുലദൈവതയെ പ്രാർത്ഥിക്കുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കും എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യം കൂടി. പൊതുവെ നല്ല ഒരു സമയമായതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലേക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് പറയാം. പുതിയതായി തൊഴിലോ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ ആരംഭിക്കുന്ന ആളുകൾക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി മേടക്കൂറുകാർക്ക്